അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് പ്രൂവ് ദാറ്റ് അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 2/3 കണ്ടെയ്ൻസ് ഓൾ ഓഡ് നമ്പേഴ്സ്. പ്രൂവ് ആൾസോ ദാറ്റ് ദിസ് സീക്വൻസ് കണ്ടെയ്ൻ നോ ഈവൻ നമ്പേഴ്സ്. അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസ്, ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം എന്താണ്? 1/3 ആണ്. കോമൺ ഡിഫറൻസ് എന്താണ് വരുന്നത്? 2/3 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് x1 1/3 ആണ്. അതേപോലെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 2/3 ആണ്. ഇങ്ങനെ വരുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ ഓഡ് നമ്പേഴ്സ് എല്ലാം ഇതിലെ ടേംസ് ആണ്. അതായത് ഒറ്റ സംഖ്യകൾ എല്ലാം ഇതിൽ വരുന്ന ടേംസ് ആണ്. ഏതൊക്കെയാണ് ഒറ്റ സംഖ്യകൾ? 1 3 5 7 അതാണല്ലേ. അതുപോലെ നമുക്ക് പിന്നെ പ്രൂവ് ചെയ്യേണ്ടത് ഇരട്ട സംഖ്യകൾ, അതായത് ഈവൻ നമ്പേഴ്സ് ഇതിലെ ടേംസ് അല്ല. ഓക്കെ, എന്നതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്കത് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ടല്ലേ. ഫസ്റ്റ് ടേം എന്താണ് തന്നത്? ഫസ്റ്റ് ടേം തന്നിട്ടുള്ളത് 1/3 ആണ്. അതുപോലെ പൊതുവ്യത്യാസം തന്നിട്ടുള്ളത് 2/3 ആണ്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് എഴുതി നോക്കല്ലോ, ഏതാണ് സമാന്തര ശ്രേണി എന്നുള്ളത്. സോ ആദ്യ പദം 1/3 ആണ്. എന്തായിരിക്കും രണ്ടാമത്തെ പദം? രണ്ടാമത്തെ പദം ഒന്നുമില്ല, ഫസ്റ്റ് ടേമിനോട് ഒന്നാമത്തെ പദത്തോട് പൊതുവ്യത്യാസം ആഡ് ചെയ്താൽ മതി, ഡി ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 2/3 അല്ലേ. സോ അതെന്ത് കിട്ടും? 3/3 എന്ന് കിട്ടും അല്ലേ. സോ നമുക്കത് 3/3 എഴുതാം. എന്തായിരിക്കും മൂന്നാമത്തെ ടേം? 3/3നോട് വീണ്ടും 2/3 ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് 5/3. അടുത്ത ടേം എന്തായിരിക്കും? 5/3നോട് വീണ്ടും 2/3 ആഡ് ചെയ്താൽ ദാറ്റ് ഈസ് 7/3. പിന്നെ എന്ത് വരും? 9/3, പിന്നെ 11/3, പിന്നെ 13/3 അല്ലേ. 13/3, 15/3, 17/3, ഓക്കെ, 19/3, 21/3, ഇങ്ങനെ പോകും സമാന്തര ശ്രേണി. ഓക്കെ, നമുക്കിതിൽ ഒന്നുകൂടി ഇങ്ങനെ എഴുതാം. 1/3 എന്നാൽ 1/3 തന്നെയാണ്. 3/3 എന്നാൽ എന്താണ്? 1 ആണല്ലോ. സോ അതങ്ങനെ എഴുതാം. 5/3, 7/3, 9/3 എന്താണ്? 3 ആണ്. 11/3, 13/3, 15/3, 17. ഓക്കെ, 15/3 നമുക്ക് എങ്ങനെ 15/3 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5. അത് 17/3, 19/3, പിന്നെ 21/3 എന്നാൽ എത്രയാണ്? 7 ആണ്. ഓക്കെ, ഇങ്ങനെ പോകും. സോ നമ്മൾ ഇങ്ങനെ എഴുതിയപ്പം തന്നെ നമുക്ക് ഇതാ ഇവിടെ ഒറ്റ സംഖ്യകൾ ഓഡ് നമ്പേഴ്സ് ഇതാ 1 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്, ഇനി അടുത്തത് 7 വന്നിട്ടുണ്ട്. അതേപോലെ ഇനി അടുത്തത് 9 11 ആ രീതിയിൽ എല്ലാം വരും. സോ ഇതിൽ എല്ലാ ഓഡ് നമ്പേഴ്സും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഈവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യകൾ വരുന്നുണ്ടോ? 2 4 6 8 അതൊന്നും വരുന്നില്ല. ഓക്കെ, പക്ഷെ നമുക്കത് പ്രൂവ് ചെയ്യണം. സോ നമ്മളിങ്ങനെ ഇതിപ്പോൾ നമുക്കിതാ ചില നമ്പേഴ്സ്, ചില ഓഡ് നമ്പേഴ്സ് വരുന്നതായിട്ട് കണ്ടു. പിന്നെ അതുപോലെ ഈവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യകൾ ഒന്നും വരുന്നില്ല, പക്ഷെ നമുക്കത് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് പ്രൂവ് ചെയ്യാം. ഒരു ഒരു നമ്പർ, ഒരു വാല്യൂ അത് സമാന്തര ശ്രേണിയിലെ ഒരു പദമാണോ ഒരു ടേം ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ഒന്നുമില്ല, ആ ടേമും ഈ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ടേമും അതുപോലെ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും ഒരു പദമായിട്ട് അതിലുള്ള ഡിഫറൻസ് എടുക്കുക. അത് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ ടേം എന്താണ്? ഇതിലൊരു പദമാണ്. ഒന്നുകിൽ അങ്ങനെ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു കണ്ടീഷൻ എന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമിനെയും ഏതൊരു പദത്തിനെയും അതിന്റെ കോമൺ ഡിഫറൻസ്, അതായത് അതിന്റെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ, അതായത് ശിഷ്ടം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഏതൊരു അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമിനെയും അതിന്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ശിഷ്ടം, റിമൈൻഡർ സെയിം ആയിരിക്കും. ഓക്കെ, ആ രണ്ട് രീതി ഏതെങ്കിലും ഒരു രീതി വെച്ചിട്ട് നമുക്ക് എന്താക്കാം? അത് പ്രൂവ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ എടുക്കുന്നത് ഫസ്റ്റ് ഇതാണ്, അതായത് ഈ ഓഡ് നമ്പേഴ്സ് ഇതിലെ ടേം ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണല്ലോ നമ്മുടെ ഫസ്റ്റ് പാർട്ട് വരുന്നത്. ഓക്കെ, ഇതിൽ എന്താ? ഓഡ് നമ്പേഴ്സ് ഇതിലെ ടേം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്കത് നോക്കാം. സോ നമുക്കില്ലേ ഈ ഓഡ് നമ്പേഴ്സ് പറഞ്ഞാൽ എന്താ? 1 3 5 7 അല്ലേ.
സോ ഇതിൻ്റെ ഒരു ജനറൽ ഫോമാറ്റ് ഉണ്ട്. നമ്മൾ തേർഡ് ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്താണത്? ഇതിനെ നമുക്ക് 2n-1 എന്ന രീതിയിൽ എഴുതാം. ഓക്കെ, വേർ n ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ, അതായത് n ഒരു നാച്ചുറൽ നമ്പറാണ്. ഓക്കെ, ഒരു n എന്ന പൂർണ്ണസംഖ്യ. അപ്പോൾ n-ന് 1 കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? 2 × 1 - 1 എന്താ? 2 × 1 - 1 ദാറ്റ് ഈസ് 2 - 1 ദാറ്റ് ഈസ് 1. n-ന് 2 കൊടുത്താൽ എന്താവും? 2 × 2 - 1 ദാറ്റ് ഈസ് 4 - 1 ദാറ്റ് ഈസ് 3 അല്ലേ? n-ന് 3 കൊടുത്താലോ? 2 × 3 - 1 ദാറ്റ് ഈസ് 6 - 1 ദാറ്റ് ഈസ് 5, അതായത് 1 3 5. ഓക്കെ, സോ ഈ ഓഡ് നമ്പേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ 2n-1 പറഞ്ഞാൽ ഇതിൻ്റെ എന്താണ്? ഒരു ജനറൽ ആയിട്ടുള്ളൊരു ടേമാണ് അല്ലേ? ഏതൊരു ടേമും നമുക്ക് ഈ ഓഡ് നമ്പേഴ്സിൻ്റെ ഒറ്റ സംഖ്യേനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. സോ ഈ 2n-1 ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഈ സമാന്തര ശ്രേണിയുടെ ഒരു ടേമാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടി. ആ ടേമാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അങ്ങനത്തെ ഒരു n-നൊരു വാല്യൂ കിട്ടും അല്ലേ? അങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കാം. n എന്താണ്? n എന്ന നാച്ചുറൽ നമ്പറാണ് അല്ലേ? അതായത് 1 2 3 4 5 അതാണ് n. ഓക്കെ, സോ ഈ ഒരു വാല്യൂ നമ്മുടെ ഈ സമാന്തര ശ്രേണിയുടെ ഒരു ടേമാണെങ്കിൽ എന്താണ് സംഭവിക്കുക? നമുക്ക് ആ ചെക്ക് ചെയ്യേണ്ടതും അതേപോലെ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം നമ്മൾ ഡിഫറൻസ് എടുക്കുക. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിത് ഫസ്റ്റ് ടേമായ 1/3 ആയുള്ള ഡിഫറൻസ് എടുക്കാം. ഓക്കെ, -1/3 ഇത് എത്രയാണ് വരുന്നത്? ഈ ഡിഫറൻസ് എന്തായിരിക്കണം? ഈ ഡിഫറൻസ് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈ ഒരു ടേം എന്നുള്ളത്, ഈ ഒരു വാല്യൂ എന്നുള്ളത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേമാണ്. ഓക്കെ, അതായത് നമുക്ക് ചെക്ക് ചെയ്യേണ്ട വാല്യൂ അതും നമ്മളുടെ സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും ഒരു പദമായുള്ള ഡിഫറൻസ് വ്യത്യാസം എടുത്താൽ ആ വ്യത്യാസം പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമാണെങ്കിൽ ആ ചെക്ക് ചെയ്യുന്ന വാല്യൂ ഈ സമാന്തര ശ്രേണിയുടെ ഒരു ടേമാണ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഈ ഡിഫറൻസ് എടുക്കാം. 2n-1 - 1/3. ഓക്കെ, എന്താണ് വരിക? നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. 3 × 2n-1. ഓക്കെ, -1/3 എന്ന് വരും. ഓക്കെ, സോ നമുക്കത് ഇങ്ങനെ ചെയ്താലോ? 6n-3 - 1/3. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് 6n - 4/3 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ അപ്പോൾ ഈ ഡിഫറൻസ് കിട്ടി. ഇനി ഈ ഡിഫറൻസ് എന്തായിരിക്കണം? കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. സോ ഇവിടെ എന്താണ് കോമൺ ഡിഫറൻസ്? 2/3 ആണല്ലോ കോമൺ ഡിഫറൻസ്. സോ ഇത് 2/3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് ഇത് ഈ വാല്യൂ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണെന്ന് കണ്ടെത്തും. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണെങ്കിൽ എന്താണ്? ഈ വാല്യൂ എന്നാൽ എന്താണ്? ഏതൊരു ഓഡ് നമ്പേഴ്സ്, ഏതൊരു ഒറ്റ സംഖ്യയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണ് അല്ലേ? സോ എല്ലാ ഒറ്റ സംഖ്യകളും നമുക്ക് ഈ സമാന്തര ശ്രേണിയുടെ പദങ്ങളാണെന്ന് നമുക്ക് അങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ 6n - 4/3 എന്നുള്ളത് എന്തായിരിക്കണം? 2/3യുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം k × 2/3 ആണ് എടുക്കുന്നത്. അതായത് 2/3നോട് ഏതെങ്കിലും ഒരു നമ്പർ k, അവിടെ എന്താണ്? k എന്തായിരിക്കണം? നാച്ചുറൽ നമ്പർ ആയിരിക്കണം. 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം. ഓക്കെ, അങ്ങനത്തെ k ആണ് നമുക്ക് കിട്ടേണ്ടത്. 0 ആവട്ടോ, അത് വോൾ നമ്പർ ആയത്. ഓക്കെ, സോ അങ്ങനത്തെ k നമുക്കിവിടെ കിട്ടുമോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഒന്ന് ഈ 3 നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. 6n - 4 = 2k എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് നമുക്കൊന്നും കൂടി നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? 3n - ഓക്കെ, സോ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. 2k = 6n - 4. ഓക്കെ, k = എന്താ? 6n - 4/2 ദാറ്റ് ഈസ്
3n മൈനസ് 2. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്നിന് ഏതൊരു വാല്യൂ കൊടുക്കുമ്പോഴും അതിനനുസരിച്ചുള്ള ഒരു കെ കിട്ടും. കെ കിട്ടും. സോ കെ ഇവിടെ എന്താണ്, നമുക്ക് നോക്കാം. എന്നിന് ഇപ്പോൾ ഏതൊരു വാല്യൂ കൊടുത്താലും അത് ഇൻറ്റു 3 എന്ന് വെച്ചാൽ അതെന്താണ്, അതൊരു നാച്ചുറൽ നമ്പർ ആണ് അല്ലേ. അതിനോട് 2 മൈനസ് ചെയ്താൽ അങ്ങനത്തെ ഒരു കെ നമുക്ക് ഇതാ പോസിബിൾ ആണ്. സോ ഇതെന്താണ്, ഇങ്ങനത്തെ ഒരു കെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ 3n മൈനസ് 1 എന്നുള്ള ഒരു ടേം, ഒരു വാല്യൂ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഇത് വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതാ ഡിഫറൻസ് ഇവിടെ 6n മൈനസ് 4/3 എന്ന് കിട്ടി. ഓക്കെ, ഇത് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, കോമൺ ഡിഫറൻസ് ആയ 2/3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്താക്കാം, ഈ ഒരു വാല്യൂ അരിത്മെറ്റിക് സീക്വൻസിന്റെ ടേം ആണെന്ന് നമുക്ക് പറയാം. സോ നമുക്ക് ഇതിനെങ്ങനെയെങ്കിലും 2/3യുടെ മൾട്ടിപ്പിൾ ആക്കി എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. നമുക്ക് എങ്ങനെ ചെയ്യാം, ഇതില്ലേ മുകളിൽ നിന്ന് 2 പുറത്ത് എടുക്കുക. അപ്പോൾ 2 പുറത്ത് എടുക്കുമ്പോൾ 6n നിന്ന് 2 പുറത്ത് എടുത്താൽ എന്താവും, 3n ആവും അല്ലേ. 3n പിന്നെ 4 2 പുറത്ത് എടുത്താൽ 2 ആവും. പിന്നെ താഴെ എന്തുണ്ട്, 3 ഉണ്ട് അല്ലേ. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, 3n മൈനസ് 2 ആദ്യം ഇതാ, അത് ഇൻറ്റു 2/3 എന്ന് എഴുതി കൂടെ. അതായത് 2/3നോട് ഒരു ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്താ കിട്ടും, ഈ ഡിഫറൻസ് കിട്ടും. സോ നമുക്ക് എന്താ പറയാ, ഈ ഒരു 2n മൈനസ് 1 എന്നുള്ള ഈ ടേം, 2n മൈനസ് 1 എന്നുള്ള ഈ വാല്യൂ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണെന്ന് പറയാം. അതായത് ഏതൊരു ഒറ്റ സംഖ്യയും ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണോ ഈ ഈവൻ നമ്പേഴ്സ് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണോ എന്നാണ് ഇനി ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് എന്തെടുക്കാം, ഒരു ഈവൻ നമ്പേഴ്സിന്റെ ജനറൽ ഫോർമാറ്റ് വരുന്നത് എന്താണ് ഈവൻ നമ്പേഴ്സ് 2 4 6 8 10 ഇങ്ങനെയാണല്ലോ. സോ ഇവിടെ ഈവൻ നമ്പേഴ്സിന്റെ ജനറൽ ഫോർമാറ്റ് വരുന്നത് എന്താണ്, 2n ആണ്, വേർ n ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. ഓക്കെ, സോ എന്നിന് 1 കൊടുക്കുമ്പം എന്ത് സംഭവിക്കും, എന്നിന് 1 കൊടുക്കുമ്പോൾ 2 × 1 2 ആണ്, എന്നിന് 2 കൊടുക്കുമ്പോൾ 2 × 2 എന്താണ്, 4 ആണ്. ഓക്കെ, സോ ആ രീതി. സോ നമുക്ക് ഈവൻ നമ്പേഴ്സിനെ നമുക്ക് 2n എന്ന രീതിയിൽ നമുക്കത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ 2n, അതായത് ഈ ജനറൽ ടൈം ആയ ഈ 2n നമുക്ക് തന്നേക്കുന്ന ഈ അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ടല്ലോ 1/3 1 5/3 ഇതിലെ ഒരു ടേം ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ 2n ഇതിലൊരു ടേം ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഈ 2n അതേപോലെ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും, കോമൺ ഡിഫറൻസ് ആയ 2/3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, കോമൺ ഡിഫറൻസ് ആയ 2/3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ നമുക്ക് എന്തെടുക്കാം, 2n ഫസ്റ്റ് ടേമും തമ്മിൽ ഡിഫറൻസ് എടുക്കാം. ഓക്കെ, 2n 1/3 തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാം. അതായത് 2n മൈനസ് 1/3. ഓക്കെ, ഇത് ഡി എന്തായിരുന്നു, കോമൺ ഡിഫറൻസ് എന്തായിരുന്നു, 2/3. ഈ 2/3യുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ഇത് ചെയ്തു വരുമ്പോൾ എന്ത് വരും, 2n മൈനസ് 1/3 എന്ന് പറഞ്ഞാൽ എന്താ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, 3 × 2n അല്ലേ, ദാറ്റ് ഈസ് 3 × 2n മൈനസ് 1/3, ദാറ്റ് ഈസ് 6n മൈനസ് 1/3 എന്ന് കിട്ടും. ഓക്കെ, 6n മൈനസ് 1/3. ഇനി ഈ 6n മൈനസ് 1/3 എന്നുള്ളത് എന്താവണം, കോമൺ ഡിഫറൻസിന് ഒരു മൾട്ടിപ്പിൾ ആവണം, എന്നാൽ മാത്രമേ ഈ 2n ഇതിലൊരു ടേം ആവുള്ളൂ. സോ നമുക്കത് അങ്ങനെ ആവുന്നുണ്ടോ നോക്കാം. അങ്ങനെയാണെങ്കിൽ 6n മൈനസ് 1/3 എന്താവണം, 2/3യുടെ മൾട്ടിപ്പിൾ. സോ നമുക്ക് k × 2/3 എന്ന് എടുക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരു k കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഈ 2n ഇതിലത്തെ ഒരു ടേം ആണെന്ന് പറയാം. ഓക്കെ, ഇവിടെ k എന്താണ്, k എന്ന് വെച്ചാൽ വോൾ നമ്പേഴ്സ് ആണ്, അഖണ്ഡ സംഖ്യകൾ 0 1 2 3 ഇതാണ് k ആക്സെപ്റ്റ് ചെയ്യുന്ന വാല്യൂസ്. ഓക്കെ, സോ അങ്ങനത്തെ k കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ഇവിടെ 3 നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ k2 അതായത് 2k = നമുക്ക് എങ്ങനെ കിട്ടും, 6n മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, 6n എന്ന് പറഞ്ഞാൽ എന്താ, n എന്നാൽ നമുക്കറിയാം, n പറഞ്ഞാൽ 1 2 3 4 5 അതാണല്ലേ. അപ്പോൾ 6ന്റെ n എന്നാൽ ഇതെന്തായിരിക്കും,
ഈവൻ നമ്പർ ആയിരിക്കും, ഇരട്ട സംഖ്യ ആയിരിക്കും അല്ലേ. ഏതൊരു ഇരട്ട സംഖ്യയിൽ നിന്നും ഒന്ന് കുറച്ചാൽ, ഏതൊരു ഈവൻ നമ്പേഴ്സിൽ നിന്നും ഒന്ന് മൈനസ് ചെയ്താൽ അതെന്തായിരിക്കും, ഓഡ് നമ്പർ ആവും അല്ലേ. സോ ഈ സൈഡിൽ വരുന്ന എന്താണ്, ഓഡ് നമ്പർ ആണ്, അല്ലെങ്കിൽ ഒറ്റ സംഖ്യയാണ്. ഓക്കെ, പക്ഷെ ഇതെന്താണ്, ഇവിടെ കെ നമുക്കറിയാം, കെ 0 1 2 3 ആണ്. ഏതൊരു ഇതിനെ നമുക്ക് രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക, എന്ത് നമ്പറാണ് കിട്ടുക, ഓഡ് ആണോ ഈവൻ ആണോ, ഈവൻ നമ്പർ അല്ലേ. സോ നമുക്ക് ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഈവൻ നമ്പർ, അതായത് ഇരട്ട സംഖ്യ എന്ന രീതിയിലാണ് കിട്ടിയത്, റൈറ്റ് സൈഡിൽ എന്താണ്, ഓഡ് നമ്പർ എന്ന രീതിയിലാണ്. സോ അത് ഒരിക്കലും പോസിബിൾ ആവില്ലല്ലോ. ഏതൊരു ഈവൻ നമ്പറും ഏതെങ്കിലും ഓഡ് നമ്പറിന് ഈക്വൽ ആണോ, അല്ല. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ 2n എന്നുള്ള ടേം, ഇതിലത്തെ 2n എന്നുള്ള ഒരു വാല്യൂ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം അല്ല. അപ്പൊ 2n എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഏതൊരു ഈവൻ നമ്പർ, ഇരട്ട സംഖ്യയുടെ ഒരു ജനറൽ ഫോം ആയിരുന്നു. സോ ഏതൊരു ഇരട്ട സംഖ്യയും ഏതൊരു ഈവൻ നമ്പറും നമ്മളുടെ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഈ സമാന്തര ശ്രേണിയിലെ ഒരു പദമല്ല. ഓക്കെ, സോ ആ രീതിയിലാണ് നമുക്കിത് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Okay, the second term of arithmetic sequence is 5 and sum of first 6 terms is 60. Okay, what is the sum of second term and fifth term? അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, രണ്ടാമത്തെ പദം തന്നിട്ടുണ്ട്, x2 തന്നിട്ടുണ്ട്, x2 എന്താണ്, 5 പിന്നെന്താ തന്നിരിക്കുന്നത്, സം ഓഫ് ഫസ്റ്റ് 6 ടേം, അതായത് സം ഓഫ് ഫസ്റ്റ് 6 ടേം പറഞ്ഞാൽ ആദ്യത്തെ 6 ടേമിൻ്റെ തുക തന്നിട്ടുണ്ട്, അതായത് 60 ആണ്. ദാറ്റ് ഈസ് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 എന്താണ്, 60 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ സം ഓഫ് സെക്കൻഡ് ടേം ആൻഡ് ഫിഫ്ത്ത് ടേം, അതായത് x2ഉം x5ഉം സമ്മ് ചെയ്താൽ എന്താ കിട്ടുക എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്കത് എങ്ങനെ ചെയ്യാം, നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്നത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 ആണ് അല്ലേ, സമ്മാണ്. സം ഓഫ് അടുത്തടുത്തുള്ള ഒരു സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത പദങ്ങൾ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, സം എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ വാല്യൂ. അതായത് എത്ര ടേംസുകളാണ് സം ചെയ്യുന്നത് അതേ ഗുണിക്കണം നടുവിലത്തെ വാല്യൂ. ഓക്കെ, നടുവിലത്തെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ ടോട്ടൽ ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ്. ഈവൻ നമ്പർ ഓഫ് ടേംസ് ആകുമ്പോൾ നമുക്ക് അവിടെ കറക്റ്റ് എന്തില്ല, ഒരു മിഡിൽ ടേം ഇല്ല. ഓക്കെ, ഓഡ് നമ്പർ ആണെങ്കിൽ ഒറ്റ സംഖ്യകളായ ടേം നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു മിഡിൽ ടേം ഉണ്ടാവും, അത് തന്നെയാണ് മിഡിൽ വാല്യൂ. പക്ഷേ ഈവൻ നമ്പറിൻ്റെ കേസിൽ എന്താ സംഭവിക്കുക, ഈ 3ൻ്റെയും 4ൻ്റെയും ഇടയിലാണ് ആ ഒരു മിഡിൽ വാല്യൂ വരുന്നത്. ഓക്കെ, സോ ആ മിഡിൽ വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, സോ അത് വെച്ചിട്ട് നമുക്കത് ചെയ്യാമല്ലോ. ഇവിടെ സമ്മ് 16 തന്നിട്ടുണ്ട്. സോ സമ്മ് ആദ്യത്തെ 6 ടേമുള്ള സമ്മാനാൽ നമ്പർ ഓഫ് ടേംസ് ഇവിടെ 6 ആണ്. സോ 6 ഇൻറ്റു പിന്നെന്താ x1 പ്ലസ് x6 ബൈ 2 അതാണ് എന്ത് തന്നേക്കുന്നത്, 16 എന്ന് തന്നേക്കുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് ഈ 6ഉം 16ഉം വെട്ടിയിട്ട് ഇവിടെ 10 എന്ന് എഴുതാം. സോ നമുക്ക് എന്ത് കിട്ടും, x1 പ്ലസ് x6 ഓൾ ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 10 എന്ന് കിട്ടും. ആ 2ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ദാറ്റ് ഈസ് 2 ഇൻറ്റു 10 എന്ന് കിട്ടും, ദാറ്റ് ഈസ് 20 എന്ന് കിട്ടും. അതായത് x1ഉം x6ഉം കൂട്ടിയാൽ നമുക്ക് 20 ആണെന്ന് കിട്ടുക. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, രണ്ടാമത്തെ പദവും അഞ്ചാമത്തെ പദവും കൂട്ടിയാൽ എന്താ കിട്ടുക എന്നുള്ളത് നമുക്കറിയാം. S2ഉം S5ഉം കൂട്ടിയാൽ S5ഉം കൂട്ടിയാൽ എന്താ കിട്ടുക, അത് തന്നെയാണ് x1ഉം x6ഉം കൂട്ടിയാൽ കിട്ടുക. കാരണം എന്താണ്, ഇവിടെ എന്താണ് പൊസിഷൻസിന്റെ വാല്യൂ, സ്ഥാനവിലയുടെ സമ്മും ഇവിടെ സ്ഥാനങ്ങളുടെ സമ്മ് എന്താണ്, സെയിം ആണ്, 7 ആണ് വരുന്നത്. അതുകൊണ്ട് ടേംസ് സമ്മ് ചെയ്താൽ എന്തായിരിക്കും, അതും സെയിം ആയിരിക്കും. സോ S2 പ്ലസ് S5 ഈസ് ഈക്വൽ ടു x1 പ്ലസ് x6 ഈക്വൽ ടു എന്തായിരിക്കും, 20 ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതി. രണ്ടാമത്തെ എന്താണ്, വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ടേം, അങ്ങനെയാണെങ്കിൽ x5 എന്താ, x5 എന്താന്നുള്ളത് ക്വസ്റ്റ്യനിൽ x2 തന്നിട്ടുണ്ട്, x2 5 തന്നിട്ടുണ്ട്, x2 നമുക്ക് 5 തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ x5 എന്താ. ഓക്കെ,
നമുക്ക് അറിയാം x2 പ്ലസ് x5 എന്താണ് 20 എന്ന് കിട്ടിയിട്ടുണ്ട്. x2 നമുക്ക് 5 എന്ന് തന്നിട്ടുണ്ട്. സോ 5 പ്ലസ് x5 എന്താണ് 20 ആണ്. സോ x5 എന്തായിരിക്കും, ഫിഫ്ത്ത് ടേം എന്തായിരിക്കും, s5 is equal to 20 minus 5, that is 15. ഓക്കെ, സോ രണ്ടാമത്തെ പാർട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടേം? വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 50 ടേംസ്? ആദ്യത്തെ 15 ടേംസിൻ്റെ സം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ 15 ടേംസിൻ്റെ സമ്മ് കാണണമെങ്കിൽ എന്ത് ചെയ്യുക? സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഈസ് ഈക്വൽ ടു എന്താ, നമ്പർ ഓഫ് ടേംസിന് മിഡിൽ വാല്യൂ. ഓക്കെ, അപ്പോൾ 15 ടേംസ് ആകുമ്പോൾ അതിൻ്റെ മിഡിൽ വാല്യൂ എന്താ? അത് ഓഡ് നമ്പർ ഓഫ് ടേംസ് അല്ലേ, ഒറ്റ സംഖ്യ, അല്ലെ 15 ഒറ്റ സംഖ്യയാണ്. സോ കറക്റ്റ് ഒരു മിഡിൽ ടേം ഉണ്ടാവും, അത് തന്നെ ആയിരിക്കും മിഡിൽ വാല്യൂ. ഓക്കെ, സോ അത് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. എത്ര നമ്പർ ഓഫ് ടേംസ് ആണ്? 15 ആണല്ലോ, 15നോട് 1 കൂട്ടുക, അതുകൊണ്ട് 2 ഡിവൈഡ് ചെയ്യുക. അതാണ് മിഡിൽ ടേം ആയിട്ട് വരിക. അതായത് 16/2, ദാറ്റ് ഈസ് 8. അതായത് x8 ആണ് മിഡിൽ ടേം ആയിട്ട് വരിക. സോ സം എന്താണ്? ആദ്യത്തെ 15 ടേമുകളുടെ സമ്മ്, ആദ്യത്തെ 15 പദങ്ങളുടെ സമ്മ് എന്ന് വെച്ചാൽ, തുക എന്ന് വെച്ചാൽ എന്താണ്, 15 ഇൻറ്റു മിഡിൽ ടേം അല്ലെങ്കിൽ മിഡിൽ വാല്യൂ. മിഡിൽ വാല്യൂ വെച്ചാൽ ഇവിടെ മിഡിൽ ടേം ആണ്, x8 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ x8 നമുക്ക് എങ്ങനെ കിട്ടും? x8 കിട്ടാൻ നമ്മൾ ഓൾറെഡി x2 കിട്ടി, x5 കിട്ടി അല്ലേ? x2 കിട്ടി, x5 കിട്ടി. ഇതിന് നമുക്ക് എന്താക്കാം, x8 കിട്ടും. എങ്ങനെ? x2നും x5നും നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടെത്താം അല്ലേ? കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടെത്താം. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. x2ഉം x5ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്നാൽ 3D ആണ്. സെയിം ഡിഫറൻസ് തന്നെയാണ് x5ഉം x8ഉം തമ്മിലുള്ള ഡിഫറൻസ്, അതെന്താണ് 3D ആണ് അല്ലേ? സോ ഇവിടെ നമുക്കറിയാം x2 x5ഉം, x2 പറഞ്ഞാൽ 5 ആണ്, x5 പറഞ്ഞാൽ എന്താണ് 15 ആണ്. ഇത് 5 ആണ്, ഇത് 15 ആണ്. അങ്ങനെയാണെങ്കിൽ x8 എന്തായിരിക്കും? ഇത് തമ്മിലുള്ള ഡിഫറൻസ് 10 ആണ്. സോ സെയിം ഡിഫറൻസ് തന്നെയായിരിക്കും ഇവിടെ വരിക, ദാറ്റ് ഈസ് 25. സോ നമുക്ക് x8 25 എന്ന് കിട്ടും. ഓക്കെ, ഇനല്ല അത് നമുക്ക് പരീക്ഷയിൽ നിന്ന് അതൊന്നും നമ്മുടെ മനസ്സിൽ വന്നിട്ടില്ലെങ്കിൽ എന്താക്കാം, ബേസിക് ആയിട്ടുള്ള കാര്യം, 2 ടേം തന്നിട്ടുണ്ട്. സോ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടെത്താം അല്ലേ? 2 ടേം തന്നിട്ടുണ്ട്, x2ഉം x5ഉം ഓൾറെഡി നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് എങ്ങനെ കാണാം? x5 മൈനസ് x2 ബൈ 5 മൈനസ് 2. ഓക്കെ, എന്താണ് x5? x5 15 ആണ്, മൈനസ് x2 എന്താണ് 5 ആണ്, ബൈ 5 മൈനസ് 2 ആണ് 3 ആണ്. 50 മൈനസ് 5, ഓക്കെ, ദാറ്റ് ഈസ് എന്താ 10. സോ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടുന്നത് എന്താണ്? 10/3 ആണ്. ഓക്കെ, 10/3 ആണ് കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. സോ x8 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? x8 കിട്ടണമെങ്കിൽ x5നോട് എത്ര വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 3D അല്ലേ? സോ നമുക്ക് ഇങ്ങനെ ചെയ്യാം. x5 എന്താണ്? x5 15 ആണ്. 15നോട് 3 വട്ടം കോമൺ ഡിഫറൻസ് ആയ 10/3 ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 3യും കട്ട് ചെയ്യും. സോ 15 പ്ലസ് 10 എന്ന് കിട്ടും, ദാറ്റ് ഈസ് 25. അങ്ങനെയും കിട്ടും. ഓക്കെ, എളുപ്പം എന്തായിരുന്നു? നമ്മൾ ആദ്യം ചെയ്ത ഇതായിരുന്നു അല്ലേ? ഓക്കെ, ഇപ്പം നമുക്ക് എങ്ങനെ കിട്ടും? 15 ഇൻറ്റു 25 എന്ന് കിട്ടും. 15 ഇൻറ്റു 25 എന്ന് കിട്ടും. എത്രയാണ് 15 ഇൻറ്റു 25? 250ഉം 375. ഓക്കെ, സോ ഇതാണ് സമ്മായിട്ട് വരിക.